ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വീട്ടമ്മയാണ്. നിങ്ങളൊക്കെ അനുഭവിച്ച പോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു അവസരത്തിൽ ഒരുപാട് തവണ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ കരകയറാൻ എന്തെങ്കിലും ഒരു അവസരം തന്നിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ പുൽച്ചാടികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി ഓരോ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഫെയിൽ ആയിട്ടുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഓർഗനൈസേഷൻ നമുക്ക് തന്ന സിസ്റ്റം 100% അംഗീകരിച്ചു വർക്ക് ചെയ്തു. അപ്പൊ ഇന്ന് ഈ ഒരു റാങ്കിൽ ഒരു 3 വർഷം കൂടി എത്താൻ സാധിച്ചു. അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത ഈ ഓർഗനൈസേഷൻ ഫൗണ്ടർ ലതാ മാഡം, മനോജ് സാർ, അവർക്ക് ഈ അവസരം നന്ദി അർപ്പിക്കുകയാണ്. കൂടാതെ എനിക്ക് ടീച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ നൽകിക്കൊണ്ട് ഈ ഒരു രീതിയിലേക്ക് എത്തിച്ച ട്രെയിനേഴ്സ് അക്കാദമി ക്യാപ്റ്റൻ ഇസ്മായിൽ സാർ ആൻഡ് തസ്നിം മാഡം, അവർക്ക് ഈ അവസരം നന്ദി അർപ്പിക്കുകയാണ്. അതിലുപരി മലബാർ മില്ലേഴ്സ് ക്യാപ്റ്റൻസ് അൽതാഫ് ജി, അതുപോലെ ഷേർസ്, ഒരുപാട് ഗ്രേറ്റ് ലീഡേഴ്സ് നമുക്ക് മോർണിംഗിൽ ഒരുപാട് സെഷൻ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നിരന്തരം ഈ ഒരു 3 വർഷത്തോളം അറ്റൻഡ് ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മാറാൻ സാധിച്ചത്. അതിലുപരി നമ്മള് ഫാമിലിയിലും ഓരോ ബിസിനസ്സിലും ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് നമ്മള് ഈ ഒരു ബിസിനസ് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ആ അവസരത്തിലൊക്കെ എന്നെ ഗൈഡൻസ് ചെയ്തുകൊണ്ടും അതുപോലെ എനിക്ക് വേണ്ട പരിഹാരം നൽകിക്കൊണ്ടും എന്റെ മെന്റർ ടൈഗേഴ്സ് ഓഫ് ലീഡേഴ്സ് ക്യാപ്റ്റൻ ജുനൈസ് സർ, അവർക്ക് ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇത്രയും കാലം ചെയ്ത ജോലിയിലൊന്നും നമുക്കൊരു ഡെവലപ്മെന്റ് ഇല്ലാത്തതിന്റെ കാരണം നമുക്കൊരു സിസ്റ്റം ഇല്ല. അതുപോലെ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെന്റർ ഇല്ല. നമുക്ക് ഫാമിലിയിൽ മെന്റർ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. അതുപോലെ നമ്മുടെ തറവാട്ടിൽ ഒരു കാരണവരുണ്ടാവും, ആരാണ് നമ്മളെ ഗ്രാൻഡ്മ, അവരൊക്കെ. പക്ഷെ അവരില്ലെങ്കിൽ ആ ഒരു തറവാടിന്റെ അവസ്ഥ അറിയില്ലേ? അതുപോലെയാണ് നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മളെ നിയന്ത്രിക്കാൻ ആളുകൾ ഇല്ലെങ്കിൽ, നമ്മുടെ മെന്റർ അതുപോലെ അപ്ലൈൻ ലീഡേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. അപ്പൊ അത് 100% ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഇതുപോലെ ഓരോ റാങ്ക് അച്ചീവ് ചെയ്യാനും, അതുപോലെ ഡ്രീം ഇല്ലാത്ത എനിക്ക് സ്വപ്നം കാണാൻ പേടിയായിരുന്നു. കാരണം ഓട്ടോറിക്ഷ മാത്രം സ്വപ്നം കണ്ട വ്യക്തിയായിരുന്നു. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഡ്രീം സെഷൻ ഒക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് സ്വപ്നങ്ങളൊക്കെ വന്നു തുടങ്ങി, അത് അച്ചീവ് ചെയ്യാനൊക്കെ കണ്ടു തുടങ്ങി. നേടിയിട്ടില്ലെങ്കിലും അതിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു റാങ്ക് അച്ചീവ് ചെയ്തു. അതുപോലെ ഈ ഒരു വാഹനം 12 ലക്ഷത്തിന്റെ വാഹനം സ്വന്തമാക്കാന്നുള്ള ആഗ്രഹം വന്നു ആ ഒരു ഡ്രീം സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ്. പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മന്തിന് നമുക്ക് ആ ഒരു EMI അടക്കാൻ പോലും ധൈര്യം ഇല്ലാത്ത അവസരത്തിലാണ് ഞാൻ ഇതിനു മുന്നേ ആൾട്ടോ കാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഞാനും കൂടെ പോയി സംസാരിച്ചപ്പോ ഈ ടിയാഗോ EV, മുന്നേ നമുക്ക് ടിയാഗോ ഡീസലായിരുന്നു. പക്ഷെ അതിന് 6 ലക്ഷം എന്ന് വന്ന സമയത്ത് ഞങ്ങൾ പിന്തിരിഞ്ഞ് ഓടി ആൾട്ടോ വാങ്ങിയ വ്യക്തിയാണ്. പക്ഷെ അന്നത്തെ ഡ്രീം ഇന്ന് ഈ ഒരു മൈ ലൈഫിലൂടെ 12 ലക്ഷത്തിന് മുകളിലുള്ള വാഹനം സ്വന്തമാക്കാൻ പറ്റി. പക്ഷെ അതിന്റെ എമൗണ്ട് ഒന്നും വലിയൊരു പേടിയായി തോന്നിയില്ല. പക്ഷെ അത് നമുക്ക് സാധിക്കും എന്നുള്ളത് എന്താ പറയുക, ഒരു അവസരം നമുക്ക് മനസ്സിലാക്കി തന്നു. അതൊരു ZDC റാങ്കിൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. നമുക്കറിയാലോ ആ സമയത്തൊക്കെ നമ്മുടെ ഇൻകം. പക്ഷെ നമ്മുടെ വിശ്വാസമാണ് അതൊക്കെ വാങ്ങാൻ സാധിച്ചത്. അതിനുപരി ഇനി ഒരുപാട് റാങ്കുകളും അതുപോലെ ഒരുപാട് ഡ്രീംസുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കൂടെ എന്റെ ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇനിയും അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ അവസരത്തിൽ എന്റെ ഹസ്ബൻഡിനോടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ആയിട്ടും എല്ലാ സൗകര്യങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഫാമിലി ആയിട്ടുള്ള ആളോട് പറയാനുള്ളത്, ഹസ്ബൻഡ് ചെയ്യുകയാണെങ്കിൽ വൈഫ് സപ്പോർട്ട് ചെയ്യുക, മക്കൾ സപ്പോർട്ട് ചെയ്യുക. കൂടെ നിന്നിട്ടല്ല, ചെയ്ത് കൊടുക്കേണ്ട എല്ലാം ചെയ്ത് കൊടുത്തിട്ടാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. സപ്പോർട്ട് എന്നുള്ള വാക്കിലല്ല, ക്യാഷ് കൊണ്ടും ടൈം കൊണ്ടും ഒരുപാട് ഇഷ്യൂ ഉണ്ടാവും. അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഞാൻ ഈ റാങ്ക് അച്ചീവ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതലൊന്നും പറഞ്ഞു, നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ആയിഷ മേഡം ഉണ്ട്. നമ്മളെക്കാളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് അവർക്ക് പറയാനുണ്ട്. എന്തായാലും ഇവിടെ വന്ന ആളുകളുടെ ടൈം അറിയാലോ, ഒത്തിരി സമയം നമ്മൾ ചെലവഴിച്ചു.